ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ടാറ്റ മോട്ടോഴ്സ് ടാമോ ഇന്ത്യയിലെ 10 ഫണ്ടമെൻ്റലി സ്ട്രോങ് പ്രസ്റ്റീജിയസ് കമ്പനീസ് എടുത്ത് നോക്കിയാൽ അതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. അതുകൊണ്ട് തന്നെ മിനിമം ഒരു 10 ഷെയറെങ്കിലും പോർട്ട്ഫോളിയോയിൽ വെക്കാവേണ്ട ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. നല്ലൊരു മൾട്ടി ബാഗ് റിട്ടേൺ ഭാവിയിൽ തരാൻ സാധ്യതയുള്ള കമ്പനി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ്. ആദ്യമായിട്ട് ഫോറിൻ കമ്പനീനെ അക്വയർ ചെയ്യുന്ന ഏക ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഇപ്പോഴത്തെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ലെവലിൽ നിന്നും 100% റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള കമ്പനി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഞാൻ ഈ സ്റ്റോക്കിനെ പറ്റി പഠിച്ചപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അതിന് ബേസിൽ സ്വയം പഠിച്ച് ഓക്കെ ആണെന്ന് കണ്ടാൽ ഒരു 100% ഗെയിൻ കിട്ടുമെന്ന് പ്രതീക്ഷയിൽ തന്നെ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷയിൽ വാങ്ങാവുന്ന സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഫോറിൻ കമ്പനീനെ അക്വയർ ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇന്ത്യ ബേസ്ഡ് കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. ആ ഒരു അക്വിസിഷന് ശേഷം ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കടം വന്നു. എങ്ങനെയായിരിക്കും ഭാവിയിൽ അതിൻ്റെ ഓപ്പറേഷൻസിന് മേലെ ഒരു ആശങ്ക വന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കറക്ഷൻ വന്ന് 166, 140 റേഞ്ചിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ടാറ്റ മോട്ടോഴ്സ് 167 രൂപ ട്രേഡ് ചെയ്യുമ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടത്, 400 ടാർഗറ്റ്. നെക്സ്റ്റ് വീഡിയോ 400 ക്രോസ് ചെയ്ത് 460, 500 റേഞ്ച് നിൽക്കുമ്പോഴാണ് 1000 റുപ്പീസ് ടാർഗറ്റിൽ നെക്സ്റ്റ് വീഡിയോ ഇട്ടത്. ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ലെവലിൽ 1068 രൂപയാണ് പ്രസൻറ്റ് പ്രൈസ്. മാക്സിമം ഡൗൺ സൈഡ് റിസ്ക് 900 റുപ്പീസാണ്. വളരെ നല്ല ഒരുപാട് കാര്യങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് സംബന്ധിച്ചിട്ട് ഇനി ഭാവിയിലേക്ക് വരാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഡീമേർജിങ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതായത് കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഒരു കമ്പനി വേറെ തന്നെയും ബാക്കി ഒരു സെഗ്മെൻറ്റിൽ സാധാരണ കാറ്, EV വെഹിക്കിൾസ്, ഇപ്പോൾ പാസഞ്ചർ കാർസ്, EV വെഹിക്കിൾ, അതുപോലെ തന്നെ JLR, ജാക്കോർ ആൻഡ് ലാൻഡ് റോവർ, അവരാണ് ഈ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് ഏറ്റെടുത്തത്. അതിൻ്റെ സെക്ഷനുള്ള കാർസും പാസഞ്ചർ കാർസും മറ്റ് പാസഞ്ചർ കാർസ് അതുപോലെ തന്നെ EV വെഹിക്കിൾസ് ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്യും. കമേഴ്ഷ്യൽ വെഹിക്കിൾസ് വേറൊരു കമ്പനിയായിട്ട് ഫോം ചെയ്യും. അങ്ങനെ ഡീമേഴ്സ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആസ് എ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് കമേഴ്ഷ്യൽ വെഹിക്കിൾസിന് സ്റ്റോക്ക് വിറ്റിട്ട് അത് ഈ GLRും പിന്നെ അതേപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾസും EV വെഹിക്കിൾസും കൺട്രോൾ ചെയ്യുന്ന കമ്പനി സ്റ്റോക്ക് വാങ്ങുന്നതാണ് ഫോർ ടൈം ബീങ്. പക്ഷേ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് ആണ് വന്നത്. റീസെൻ്റ്ലി മാനേജ്മെൻറ്റ് പറഞ്ഞത് ഏറ്റവും വലിയ കമേഴ്ഷ്യൽ വെഹിക്കിൾ കമ്പനിയായി മാറാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. ഓൾറെഡി ഇപ്പോൾ അശോക് ലേലാൻഡ് ഒക്കെയാണ് ഉള്ളത്. പക്ഷെ അതിനേക്കാളും കേവലമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസ് തന്നത്. പക്ഷേ ഫോർ ദ ടൈം ബീങ് ഇപ്പോൾ അശോക് ലേലാൻഡൊക്കെ തന്നെയാണ് അതിൻ്റെ ഹെഡ് ലീഡേഴ്സ് എന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെ ഈ ഡിമേർജർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ ചെയ്യേണ്ടത് കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിലുള്ള ആ ഒരു സ്റ്റോക്ക് വിറ്റിട്ടു നേരെ ഈ പാസഞ്ചർ വെഹിക്കിൾസും പാസഞ്ചർ കാർസും EV സെക്ടറും അതുപോലെ തന്നെ ജാഗ്വർ ആൻഡ് ലാൻഡ് റോവർ പിന്നെ കാർസ് വിൽക്കുന്ന ആ ഒരു കമ്പനി വാങ്ങുന്നതായിരിക്കും. ഇത് ആക്ച്വലി ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാരണം ഡീമേർജ് സംഭവിച്ചു കഴിഞ്ഞാൽ 2 സെക്ഷനിലും, 2 കമേഴ്ഷ്യൽ സെക്ടറിലും അതുപോലെ പാസഞ്ചർ കാർ സെക്ഷനിലും നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കും. പിന്നെ അവരുടെ ഏറ്റവും റീസെൻ്റായിട്ട് അവർ ലോഞ്ച് ചെയ്ത കാർ കർവ്, അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഈ മാർക്കറ്റിൽ കണ്ടത്. ഒരുപാട് ബുക്കിങ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞ് ചെറിയ ഒരു ചാർജിങ്ങിൽ തന്നെ 15 മിനിറ്റ് ചാർജ് ചെയ്ത് 560 കിലോമീറ്റർ പോകാൻ സാധിക്കുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ബുക്കിംഗാണ് ആ സ്റ്റോക്ക് ആ ഒരു കാറിൽ വന്നത്.
ഒരുപാട് അനലിസ്റ്റിൻ്റെ അഭിപ്രായ പ്രകാരം ഈ ഒരു കേവ് എന്ന കാറ് ഒരു വേറൊരു മാറ്റമാണ് ടാറ്റ മോട്ടോഴ്സിന് വരുത്താൻ പോകുന്നത്. ഇത് ഓൾറെഡി EV സ്പേസിൽ ഒരു ലീഡറാണ് ടാറ്റ മോട്ടോഴ്സ്. നമ്മൾ വേൾഡ് കംപ്ലീറ്റ് എടുത്താൽ തന്നെ EV സ്പേസിലെ ഒരു ലീഡറാണ് ടാറ്റ മോട്ടോഴ്സ്. ടെസ്ലയും അതിലെ കമ്പനീസ് ചോദിച്ചാൽ മെയിൻ ലീഡേഴ്സാണ് ഈ ടാറ്റ മോട്ടോഴ്സ്. ഇതിൻ്റെ എല്ലാം പുറമെ വേറൊരു ഇമ്പോർട്ടൻ്റ് ന്യൂസ് ഞാൻ കണ്ടത്, അവർ ചൈനയിൽ കമ്പനി ആയിട്ട് ചെറി ഓട്ടോമൊബൈൽസ് എന്ന കമ്പനി പാസഞ്ചർ വെഹിക്കിൾസ് മാനുഫാക്ചറിങ് കമ്പനി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് ജാഗ്വർ ലാൻഡ് റോവറും ഈ ചെറി ഓട്ടോമൊബൈൽസ് എന്ന ചൈന കമ്പനിയും കൂടി കൂടിയിട്ട് CGLR എന്നൊരു പേരിൽ ഒരു കമ്പനി ഫോം ചെയ്യാൻ പോവുകയാണ്. അവിടെ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന ഹൈ എൻഡ് കാർസ് ഉണ്ടാക്കിയിട്ട് ഓൾ ഓവർ വേൾഡ് അതിന് എക്സ്പോർട്ട് ചെയ്യാനാണ്. ഇതിൽ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ചൈനയാണ് ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞിട്ട് കാറ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നത്. ഇത് ആക്ച്വലി യൂറോപ്യൻ കൺട്രീസിന് വരെ ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട്. അവർ വളരെ ചീപ്പായിട്ട് അവരെ കാസ് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും പിന്നെ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസും എക്സ്പോർട്ട് ടാക്സും ഒക്കെ ഇമ്പോർട്ട് ടാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ആക്ച്വലി ഒരു നെഗറ്റീവ് ന്യൂസാണ്. ഏക നെഗറ്റീവ് ന്യൂസ് ടാറ്റ മോട്ടോഴ്സ് ആകുമ്പോൾ ഞാൻ കാണുന്നത്, ഭാവിയിൽ ഇതുപോലെ വില കുറഞ്ഞ കാസ് ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഒരു ചാലഞ്ച് ആയിരിക്കും. ഇത് മാത്രം ഒരു ചാലഞ്ച് ആയിട്ട് ആക്ച്വലി ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസിലുള്ളൂ. ബാക്കിയെല്ലാം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരു വേറെ ലെവലിലൊരു കമ്പനിയായി മാറുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് തന്നെ വേൾഡ് ലെവലിൽ അംഗീകരിക്കപ്പെട്ട ഒരു കമ്പനി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റേൻ്റെ പ്രൊഡക്ട്സ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, ബോഡിക്ക് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ EV സ്പേസിൽ അതുപോലെ തന്നെ സമയത്തിനനുസരിച്ചിട്ട് ഈ കമ്പനി മാറി EV സ്പേസിലേക്ക് പോയി. ഇപ്പോൾ ആക്ച്വലി മാറിയതൊന്നും EV സ്പേസിൽ വന്നിട്ടില്ല. ഓൾറെഡി EV സ്പേസിൽ ലീഡറായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ ഓൾറെഡി മാറിക്കഴിഞ്ഞ് അതിന് ബാക്കിലാണ് മഹേന്ദ്രയൊക്കെ വരുന്നത്. ഈ ഒരു പുതിയ കാറോട് കൂടിയിട്ട് വേറെ ലെവലിലേക്കാണ് ഈ കമ്പനീൻ്റെ പ്രൊഡക്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ 3-4 പോയിൻ്റാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്നത്. ഇതിനെല്ലാം പുറമെ 167 രൂപയിൽ ഷെയർ ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ളതിനെക്കാട്ടും വാല്യൂഷനാണ് ഇപ്പോൾ 1068 രൂപയിൽ ഷെയർ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അത് കാണിച്ച ക്വാർട്ടർ ടു ക്വാർട്ടർ ഇയർ ഓൺ ഇയർ ബേസിസിൽ കാണിച്ച വളർച്ചയാണ്. ഒരു ഷോർട്ട് ടേം ടാർഗറ്റ് 1300ഉം ലോങ് ടേം ടാർഗറ്റ് 2300 വെച്ചിട്ട് സ്റ്റോക്ക് വാങ്ങാം. പിന്നെ 900 to 1300 റേഞ്ചിൽ നല്ലൊരു കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ 1300 ഷോർട്ട് ടേമിലാണ് വിറ്റ് താഴെ ഇറങ്ങി പിന്നെയും വാങ്ങി, അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഷെയർസ് കൂട്ടാം. PE റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ PE 40 ആണ്, 36 PE എന്ന് മാരുതിക്കുള്ളത്. ഇപ്പോൾ 40 ഇൻഡസ്ട്രിയൽ PE എന്ന് കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് PE വെറും 10.52 ആണ്. അതിന് ഡബിൾ ആവാൻ സാധ്യതയുള്ള കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. EPS 101.55, 266% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് കാണിച്ചത്. ബുക്ക് വാല്യൂ 255 ഉണ്ട്. 2023 2353 കോടി ലാഭം കാണിച്ച കമ്പനി 2024 ഫിനാൻഷ്യൽ അവസാനിക്കുമ്പം 31,106 crores ലാഭമാണ് ടാറ്റ മോട്ടോഴ്സ് കാണിച്ചത്. പോസിറ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കമൻറ്റ്സ് വളരെ പോസിറ്റീവാണ്. അവർ ഭാവിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ലെവലിൽ നിന്നും ഡബിൾ ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ്. ഹൈ പെട്രോസ്കി സ്കോറുള്ള കമ്പനിയാണ് 7. എല്ലാ വിധത്തിൽ പാരാമീറ്റേഴ്സിലും ടാറ്റ മോട്ടോഴ്സ് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നിർഭാഗ്യവശാൽ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ടാറ്റ മോട്ടോഴ്സ് സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺസ് എന്താണെന്ന് അറിയില്ല. ഫണ്ടമെൻറ്റ്സിൽ വെച്ച് ഇത്രയും സ്ട്രോങ് ആയ കമ്പനി സെല്ല് ചെയ്യാൻ പറഞ്ഞ റീസൺ, ഒരു യൂട്യൂബ് ചാനൽ പറഞ്ഞത് ഈ ടാറ്റ മോട്ടോഴ്സിന് ഭാവിയിൽ ഈ പല കമ്പനീസിൻ്റെ സാധനങ്ങൾ ഈ ഇമ്പോർട്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ചൈന മലയാള കമ്പനി വന്നു കഴിഞ്ഞാൽ ഇതൊരു ഭീഷണിയായി മാറും ടാറ്റ മോട്ടോഴ്സ് എന്നാണ്. പക്ഷേ ഞാൻ കണ്ട പോസിറ്റീവ് പോയിന്റ് ഇതൊന്നല്ല. ഇവർ ടാറ്റ മോട്ടോഴ്സ് ചൈനയിൽ മാർക്കറ്റ് ചെയ്യാൻ പോവുകയാണ്. ചൈനയിൽ വരെ ക്വാളിറ്റി വൈസ് ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ്. ചൈനേൻ്റെ ഈ പ്രൊഡക്റ്റിനെക്കാട്ടും ക്വാളിറ്റി ആയിട്ടും ഒരു ഐക്കോൺ കമ്പനി ആയിട്ടും ടാറ്റ മോട്ടോഴ്സിൻ്റെ കാറ്, ടാറ്റ മോട്ടോഴ്സിൻ്റെ ലോഗോ ഒക്കെ ലോകം മുഴുവൻ അറിയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റേൻ്റെ ഒരു കമ്പനി ഒരു കാറ് വാങ്ങാമെന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടെ ആയി മാറിയിട്ടുണ്ട്. അത് ചൈനയിൽ വരെ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാസ് ഓൺ ദ റോഡ് കാണാൻ സാധ്യതയുണ്ട്. അപ്പം കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. ഇന്ത്യയിലാണെങ്കിലും ആൾക്കാർ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക ടാറ്റ മോട്ടോഴ്സ് തന്നെയായിരിക്കും. പിന്നെ EV സ്പേസിൽ അവരുടെ കടന്നുകയറ്റം വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഇതുവരെ ഉള്ള
ഓരോ പ്രൊഡക്റ്റും അതിൻ്റെ ക്വാളിറ്റി കൂട്ടി ഇതുവരെ വന്ന മിസ്റ്റേക്സൊക്കെ നികത്തിയിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഇനിയൊരു 40% കാറുകൾ റോഡിൽ ടാറ്റേൻ്റെ കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഓക്കെ. സോ ജൂൺ ക്വാർട്ടറിൽ 5563 കോടി ലാഭമാണ് കാണിച്ചത്. ലാസ്റ്റ് ക്വാർട്ടറിൽ 2023 ജൂൺ ക്വാർട്ടറിൽ 3089 കോടി ലാഭമുള്ള സ്ഥാനത്താണ് ഈ ജൂണിൽ 5563 കോടി ലാഭം കാണിച്ചത്. അതിന് പുറമെ കുറച്ച് എക്സ്പെൻഡിച്ചർ കൂടുതലായി, എന്നിട്ടും ഈ 5560 ക്രോസ് ലാഭം കാണിച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൽ 46.36 സ്റ്റോക്ക് ഉണ്ട്, ഷെയർ ഉണ്ട്. FISനടുത്ത് 18.18ഉം DISനടുത്ത് 16% സ്റ്റേക്കുള്ള ഇവരുത്തുള്ളത്. അതായത് വളരെ 20% കുറവ് ഷെയർസ് മാത്രമേ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ ഉള്ളൂ. പിന്നെ ടാറ്റ മോട്ടോഴ്സ് പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്ത എല്ലാ ഷെയർസും അവർ ലാസ്റ്റ് മാർച്ച് ക്വാർട്ടർ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ ഷെയർ വരെ പ്ലഡ്ജ് ചെയ്തിട്ടില്ല. മ്യൂച്വൽ ഫണ്ട്സ് റീസെൻ്റ് 9.5 9.83 ആയിട്ട് കൂട്ടിയിട്ടുണ്ട് സ്റ്റേക്ക്. എല്ലാം കൊണ്ടും ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. ഇനിയും വരുന്ന പ്രൊഡക്ട്സ് ഇതിലും ഗംഭീരമായിരിക്കും. പിന്നെ ഇവർ ഡീമേർജർ പ്ലാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജാഗ്വർ ലാൻഡ് റോവർ കമ്പനി സെയിൽസ് ഡബിളായി വരാണ്. പിന്നെ അവരായിട്ട് ചൈന കമ്പനി ആയിട്ടുള്ള ഒരു ടൈപ്പ് അതും ഭാവിയിലേക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഓൾ ടുഗദർ ടാറ്റ മോട്ടോഴ്സ് എന്ന ഒരു ഷെയർ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. 100% സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പ്രസൻറ്റ് പ്രൈസ് 1068 1068 രൂപ. ഷോർട്ട് ടേം ടാർഗറ്റ് 1300 വെച്ചിട്ട് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഒരു 2200 ടാർഗറ്റിന് ഹോൾഡ് ചെയ്യുക. 1300 ലെവലിൽ വേണമെങ്കിൽ വിറ്റ് താഴോട്ട് വാങ്ങി കൂട്ടി വാങ്ങി അങ്ങനെ നമ്പർ ഓഫ് ഷെയർസ് വേണം എക്യുമുലേറ്റ് ചെയ്യാനും ഒരു ചാൻസ് കിട്ടും. സോ ആസ് യൂഷ്വൽ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് സ്വന്തം പഠിച്ചിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് മാക്സിമം ഫ്രണ്ട്സും റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.